ആദാബ് ബച്ചോ. ഇന്നത്തെ വീഡിയോ രണ്ടാമത്തെ യൂണിറ്റിൽ ടാലൻറ്റ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് സ്കൂൾ ചളി എന്നാണ് അല്ലേ. സ്കൂൾ ചളി. അപ്പോൾ നമ്മൾ സ്കൂൾ എന്നുള്ള വാക്ക് പഠിച്ചു വെക്കണം നിർബന്ധമായിട്ടും. സ്കൂൾ അല്ലേ. സ്കൂളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യം തരാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാക്കുകൾ തന്നിട്ട് ശരിയായത് ഏതെന്ന് ചോദിക്കാം. മനസ്സിലായോ? എങ്ങനെയാണ് നമുക്കതിൻ്റെ മോഡൽ നോക്കി പോവാം അല്ലേ. ഇസ്മേ സഹീഹ് കോൻസാഹെ എന്ന് ചോദിക്കാം അല്ലേ. ഇതിൽ ഏതാണ് ശരിയായത്? എന്നിട്ട് എ ഇങ്ങനെ തരാം, ബി ഡി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം അല്ലേ. ഇതിലേതാണ് ശരി എന്ന് ചോദിക്കാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ നിന്ന് എഴുതാം. ഇനിയിപ്പോൾ സ്കൂൾ എന്നുള്ള വാക്കിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്ന് ചോദിക്കാം. മനസ്സിലായോ? നമ്മളെന്തായാലും സ്കൂൾ എന്നുള്ള വാക്ക് പഠിച്ചു വെക്കണം. അതേപോലെ നമ്മളോട് ചോദിക്കാം ഹം കഹാം പഠിത്തേ ഹേ എന്ന് ചോദിച്ചൂടെ. നമ്മൾ എവിടെയാണ് പഠിക്കുക അല്ലേ. എവിടെ നിന്നാണ് പഠിക്കുന്നത്? സ്കൂളിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയും ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഇവിടെ നോക്കൂ, അസംബ്ലി എന്നുള്ള വാക്ക് അല്ലേ. സ്കൂളുമായി ബന്ധപ്പെട്ട വാക്കാണ് അസംബ്ലി എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അടുത്തത് നമ്മുടെ ദുആയാണ് അല്ലേ. ദുആയാണ്. മേരി ദുആ എന്നുള്ള പാഠമാണ്. ഇതിൽ ഏ ഹുദ എന്നുള്ള ആ ഒരു ദുആയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹമാവാസ് അൽഫാസുകളൊക്കെ നോക്കി വെക്കാം കേട്ടോ. ഹമാവാസ് അൽഫാസുകളുടെ ജോഡിയൊക്കെ ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാൻ പറ്റും. നോക്കൂ, ഇസ്മേ എങ്ങനെയായിരിക്കും? ഇതൊക്കെ ഒരു മോഡലാണ്. എല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പഠിക്കേണ്ടത്. ഇസ്മേ ഹമാവാസ് അൽഫാസ് പഹ്ചാൻ കർ ലിഖിയേ. എന്താ അർത്ഥം? ഇതിൽ ഹമാവാസ് അൽഫാസ് തിരിച്ചറിഞ്ഞ് എഴുതുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്നിട്ട് എങ്ങനെയാണ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തരാം. നോക്കൂ, കറം, റഹം, ബി, സാരേ, അല്ലെങ്കിൽ നമുക്ക് ഉള്ള വാക്കുകൾ തന്നെ തരുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ നോക്കാം. ബി, അച്ഛ, അതേമാതിരി മുജേ. ഇപ്പോൾ സീൽ പ്യാരേ, കറം, അല്ലെങ്കിൽ പ്യാരേ, കരോ. അതേപോലെ തന്നെ ഇൽമ, അതേപോലെ വേറെ എന്തെങ്കിലും ഒരു വാക്ക്, നേക്കുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് തന്നിട്ട്. ഇതൊരു മോഡൽ പരിചയപ്പെടുത്താനാണ് കേട്ടോ. ഇങ്ങനെയുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെയുള്ളതിൽ ഹമാവാസ് അൽഫാസ് ഏതാണ് നമുക്കറിയാലോ. ചിലപ്പോൾ ഇതൊക്കെ നോക്കൂ, പ്യാരേ കരോ ഒക്കെ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നിപ്പോകും, കാരണം റായല്ലേ എന്നൊക്കെ. അപ്പം അതൊന്നും അല്ലല്ലോ അല്ലേ. ഇത് നമുക്കറിയാം കറം റഹം ആണ് ഇതിൽ യഥാർത്ഥ ഹമാവാസ് അൽഫാസ്. അപ്പോൾ ഹമാവാസ് അൽഫാസുകൾ തിരിച്ചറിയുക. ഈ ചോദ്യവും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്, സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ. ഇപ്പം ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ഇസ്മേ സ്കൂൾ സേ തഅല്ലുക്ക് ലഫ്സ് കോൻ സാഹേ. ഈ ചോദ്യം ഞാൻ ഓരോ മോഡലും പരിചയപ്പെടുത്തുകയാണ്. അപ്പം നിങ്ങളത് ശ്രദ്ധയോടെ മനസ്സിലാക്കണം കേട്ടോ. തഅല്ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ അല്ലേ സംബന്ധിച്ചുള്ള, ബന്ധപ്പെട്ട വാക്ക് ഏതെന്നാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ എന്നിട്ട് ഇവിടെ ഓപ്ഷൻസ് തരികയാണ്. എ അബ്ബ, ബി ബാസാർ, സി അസംബ്ലി, ഡി അമ്മി,
ഇങ്ങനെ ഒന്ന് തന്നാൽ എന്ത് ചെയ്യും അല്ലേ? എന്താണ് വരിക? നമ്മൾ ആ സ്കൂളുമായി ബന്ധപ്പെട്ടത് ഏതാ? അസംബ്ലിയാണ് അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ. ഇനി സ്കൂളുമായി ബന്ധപ്പെട്ട അസംബ്ലി മാത്രമല്ല കേട്ടോ ഉള്ളത്, കുറേ വാക്കുകളുണ്ട്. സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ വാക്കുകളുണ്ട്? ഒന്ന് നമുക്കറിയാം, ടീച്ചർ അല്ലേ? ടീച്ചർ. അതുപോലെ തന്നെ ഇൽമ്, പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ അസംബ്ലി, പിന്നെ മൈദാൻ. ഓക്കെ. പിന്നെന്താ? ദോസ്ത്, ബച്ചോ അല്ലേ? ബച്ചോ. ഇതൊക്കെ എന്താ? സ്കൂളുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? ദുആ. ഇതെല്ലാം എന്താണ്? സ്കൂളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഗറാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, അമ്മി, അബ്ബ, ദാദാ, ദാദി, അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഇത് മാത്രമല്ല, അസംബ്ലി മാത്രമല്ല, ഇതെല്ലാം സ്കൂളുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോൾ ഗർസേ തഅല്ലുക്ക് എന്നുള്ളത് തന്നിട്ട് അതിൽ ചിലപ്പോൾ ഈ സ്കൂളിലത്തെ വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് ഇടാം. ഇത് നോക്കൂ, ഒരെണ്ണം. ഗർസേ നാ തഅല്ലുക്ക് ലഫ്സ് കോൺസാ ഹേ. വീടുമായി ബന്ധപ്പെട്ട് നാ തഅല്ലുക്ക് അഥവാ സംബന്ധമില്ലാത്ത വാക്ക് ഏതാണ്? അതിൽ നിന്നിട്ട് തരാണ് അമ്മി. അടുത്തത് തരുന്നു അസംബ്ലി, സി അബ്ബ, ഡി ഗായേ തന്നു എന്ന് വിചാരിക്കുക. ഇതിലേതാ? നമുക്കറിയാം അല്ലേ? അസംബ്ലിയാണ്. അപ്പോൾ ഗായേ അല്ല ബില്ലിയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, അതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ് അല്ലേ? അസംബ്ലി ഒരിക്കലും എവിടെ ഉണ്ടാവില്ല? വീട്ടിലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കോമൺ സെൻസും കൂടെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് നോക്കൂ. അടുത്തതാ ഇതിൽ പൗദ എന്നുള്ള വാക്ക് പഠിക്കണം കേട്ടോ. പൗദ എന്ന് പറഞ്ഞാൽ ചെടിയാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചെടിയുടെ ചിത്രം തന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കാം. അമരൂദ് കാ പൗദ എന്ന് പറഞ്ഞാൽ എന്താ? അമരൂദ് കാ പൗദ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരമരത്തിൻ്റെ ചെടി അല്ലേ? പേരയുടെ ചെടി. പിന്നെ ജന്മദിൻ മുബാറക്ക് ഹോ അല്ലേ? വേണമെന്നുണ്ടെങ്കിൽ ജന്മദിൻ ഡാഷ് ഹോ എന്ന് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡാഷിൽ എന്താ വരേണ്ടത് നമുക്കറിയണമല്ലോ. അപ്പോൾ ജന്മദിൻ മുബാറക്ക് ഹോ, ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കൂ. ഇതിൽ ഓരോ ക്വസ്റ്റ്യൻ മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ നോക്കൂ. ഇനി അടുത്തത് ഇവിടെ ബാ മേ കൈ തരഹ് കെ ഫൂൽ പൗദേ ഓർ തിത്തലിയാ ഹേ അല്ലേ? ഇങ്ങനെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ പൂൽ പൗദേ ഓർ തിത്തലിയ. പൂൽ പറഞ്ഞാൽ എന്താ? പൂക്കൾ. അതുപോലെ പൗദേ ചെടികൾ. തിത്തലിയ എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരുകൾ പഠിച്ചു വെക്കണം. പിന്നെ ഇതെല്ലാം എവിടെയാണ് ഉണ്ടാവുക? പൂൽ പൗദേ ഓർ തിത്തലിയ കഹാ ഹോത്തേ ഹേ. എവിടെയാണ് ഉണ്ടാവുക? കഹാ ഹോത്തേ ഹേ എവിടെ ഉണ്ടാവും? ആ സ്ഥലത്തിൻ്റെ പേരാണ് ബാ അല്ലേ? ആ സ്ഥലത്തിൻ്റെ പേരാണ് ബാ. അപ്പോൾ ഇതൊരു ചോദ്യമാണ് ശരിക്കും അല്ലേ? പൂൽ പൗദേ ഓർ തിത്തലിയ കഹാ ഹോത്തേ ഹേ. അപ്പോൾ നമുക്ക് അതിനെ അറിയണം. ബാ ഇതിന് ഓപ്ഷനായിട്ട് ഗർ, അതുപോലെ മൈദാൻ എന്നൊക്കെ തന്നാലോ? അപ്പോൾ നമ്മളിത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ബാ എന്ന് പറഞ്ഞാൽ എന്താ? പൂന്തോട്ടമാണ്. പിന്നെ അതേമാതിരി ഇവിടെ ഈ ലാൽ ഗുലാബ് ഹേ അല്ലേ? ഈ പീലാ സൂരജ്മുഖി ഹേ. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, സൂരജ്മുഖി കാ രംഗ് ക്യാ ഹേ? സൂരജ്മുഖീൻ്റെ നിറം എന്തായാലും ഒന്ന് തന്നെയാണ് അല്ലേ? പീല തന്നെയാണ്. സൂരജ്മുഖി കാ രംഗ് ക്യാ ഹേ. എന്നിട്ട് കുറേ നിറങ്ങളുടെ പേര് തന്നൂടെ? അപ്പോൾ നമ്മളതിന് പീല എന്നുള്ളത് എടുത്തെഴുതും അല്ലേ? അതേമാതിരി തന്നെ ഗുലാബ് പറയുമ്പോൾ ഗുലാബ് നമ്മുടെ വെള്ള നിറത്തിലുണ്ട്, മഞ്ഞ നിറത്തിലുണ്ട്, റോസ് നിറത്തിലുണ്ട്, ചുവപ്പ് നിറത്തിലുണ്ട്. ശരിക്കും അതിൻ്റെ നിറം ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിരിക്കും. സൂരജ്മുഖി എന്തായാലും എന്താണ്? മഞ്ഞ നിറം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിലൊരു കൺഫ്യൂഷൻ ഇല്ല. ഇനിയിപ്പോൾ ഗുലാബ് വെച്ചിട്ട് എന്തായിരിക്കും തരാം? പൂലോം കാ രാജ. പൂലോം കാ രാജ കോൻസാ ഹേ എന്ന് ചോദിച്ചിട്ട് താഴെ എ സൂരജ്മുഖി അല്ലേ? പിന്നെ ബി ഗേന്ദ, സി ഗുലാബ്, ഡി കവൽ അങ്ങനെയൊക്കെ തന്നാലോ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഗുലാബാണ് എന്നുള്ളത്. പൂലോം കാ രാജ ഏതാണ്? ഗുലാബാണ്. നമ്മൾ ഈ ഒരു ഉത്തരം പഠിച്ചു വെക്കുക കേട്ടോ. അതേമാതിരി സൂരജ്മുഖിയുടെ നിറം മഞ്ഞയാണ്. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിത്തലി, കാലി തിത്തലി ഹേ ഹര പത്താ ഹേ എന്നൊക്കെ പറഞ്ഞു അല്ലേ? വേണമെന്നുണ്ടെങ്കിൽ ഈ ചിത്രം തന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇലേനെ പറയുന്ന പേരാണ് പത്ത. പത്താക്കാരെങ്ക് ക്യാ ഹേ എന്ന് ചോദിക്കാം അല്ലേ? സാധാരണ നമ്മൾ കാണുന്ന
ഇലകളുടെയൊക്കെ നിറം എന്താണ്? പച്ചയാണ്. അപ്പോൾ ഈ ഹര എന്നുള്ള രംഗ് അല്ലേ, ഹര എന്നുള്ളത് പഠിച്ചു വയ്ക്കാം. ഇനിയിപ്പോൾ തിത്തലിയെക്കുറിച്ച് എന്ത് ചോദിക്കാം? തിത്തലിയെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഖൂബ്സൂറത്ത് കീട അല്ലേ, ഖൂബ്സൂറത്ത് കീടേ കി നാം ക്യാ ഹേ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പൂലോം പർ കോൻ ഉഡ്താ ഹേ എന്ന് ചോദിക്കാം. നോക്കൂ, പൂലോം പർ കോൻ ഉഡ്താ ഹേ. എന്നിട്ട് കുറേ ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ അത് തിത്തലിയാണെന്നുള്ളത്. അപ്പോൾ ഇതും പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തത് നോക്കൂ, ഇവിടെ കുറേ നിറങ്ങളുടെ പേരുണ്ട് അല്ലേ. ഹര എന്ന് പറഞ്ഞാൽ പച്ച നിറമാണ്. കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്കാണ്, കറുപ്പാണ്. അതുപോലെ തന്നെ സഫേദ് വെള്ളയാണ്. നീല അല്ലേ, നീലയാണ്. പീല മഞ്ഞയാണ്. അതുമാതിരി ലാലാണ് എന്ത്, ചുവപ്പ്. അപ്പോൾ ഈ നിറങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ചിലപ്പോൾ ഇത് ഏത് നിറമാണെന്ന് ചോദിച്ചൂടെ, ഏതെങ്കിലും ഒരു നിറം തന്നിട്ട്. അപ്പോൾ നിറം നമ്മൾ പഠിച്ചു വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിറത്തിനെ പറയുന്നത് പേരാണ് രംഗ്. രംഗ് എന്ന് പറഞ്ഞാൽ നിറം. രംഗ് കെ നാം എന്ന് പറഞ്ഞാൽ നിറത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇനി നോക്കൂ, ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇങ്ങനെ തന്നിട്ട് ഈ കാലി ചത്തരി ഹേ അല്ലേ. അപ്പോൾ നമ്മൾ നീലയാണെന്ന് അറിയണം അല്ലേ, നീലയാണെന്ന് അറിയണം എങ്കിൽ മാത്രമാണ് നമുക്കത് പൂരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ചത്തരി, ഉബാറ, തർബൂസ് ഇങ്ങനെയുള്ള വാക്കുകളും ഈ നിറങ്ങളും ഒക്കെ നമ്മൾ പഠിക്കണം. സേബ് കണ്ടില്ലേ, അതുപോലെ തന്നെ കേല, അണ്ട, ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ വാക്കുകൾ മുഴുവൻ നമ്മൾ പഠിക്കണം. ഇനിയിപ്പോൾ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി അടുത്ത പാഠം അടുത്തത് നോക്കാം കേട്ടോ. അടുത്തത് ഇതിൽ കുറേ വാക്കുകളാണ്. പൗത നമ്മൾ പറഞ്ഞ പോലെ, സ്കൂള്, അതുപോലെ തന്നെ പൂൽ, ബാ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെയാണ് അല്ലേ. നമ്മൾ വരച്ചിട്ടും പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക. ആം കണ്ടില്ലേ, കുറേ വാക്കുകളുണ്ട് അല്ലേ. അപ്പം ഇതൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ പഠിക്കുക. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ജന്മദിൻ മുബാറക്ക് ഹോ എന്നുള്ളത് പഠിക്കണം എന്നുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് സ്കൂളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം? ഇതിൽ മൈതാൻ എന്നുള്ളൊരു വാക്കുണ്ട്. ബാഇനെ കുറിച്ച് നമ്മൾ ഒരു ചോദ്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സ്കൂളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്കതാ ഫുട്ബോൾ കേൽത്തേ ഹേ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ലഡ്കേ, ലഡ്കിയ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ചോദ്യം വരിക നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഇങ്ങനെ ചോദിക്കാം. ഇവിടെ നോക്കൂ, ലഡ്കേ, ലഡ്കേ കി സിദ് ക്യാ ഹേ എന്ന് ചോദിച്ചൂടെ. ലഡ്കേ കി സിദ് ക്യാ ഹേ എന്ന് ചോദിക്കാം. ലഡ്കേ കി സിദ് എന്താ? ലഡ്കേൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ലഡ്കിയ ആണ് അല്ലേ. ലഡ്കിയ ആണ് ലഡ്കേൻ്റെ ഓപ്പോസിറ്റ്. ലഡ്കേ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ, ലഡ്കിയ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ. ഓക്കെ, അതുമാതിരി തന്നെ ഹം കഹാം കേൽത്തേ ഹേ എന്ന് ചോദിച്ചൂടെ. ഹം കഹാം കേൽത്തേ ഹേ, നമ്മളെവിടെയാണ് കളിക്കുക? നമ്മളെവിടെയാണ് കളിക്കുക? നമുക്ക് മൈതാനത്താണ് കളിക്കുക അല്ലേ. അപ്പോൾ ആ മൈതാൻ എന്നുള്ള വാക്ക് പഠിച്ചു വയ്ക്കുക. കേൽത്തേ ഹേ എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇനി ഇവിടെ നോക്കൂ, ഈ ബാഗ് അല്ലേ, ബാഗിന് നമ്മൾ പറയുന്ന വാക്ക് എന്താ? ബാഗിന് ബസ്ത എന്നാണ് പറയുക അല്ലേ, ബസ്ത. അതുമാതിരി തന്നെ ഇത് ചത്തരിയാണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇത് ബോത്തലാണ് അല്ലേ, പാനിക്ക ബോത്തലാണ്. പിന്നെ ഇത് കിതാബാണ് അല്ലേ, ഇതൊക്കെ നമുക്കറിയാം. ഇത് കലമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. ഇത് മേസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് നമ്മളോട് പറയാണ് മേസ് ഡാഷ് കലം ഹേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ അപ്പോഴേ പഠിച്ചതാണ് അല്ലേ, കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചതാണ്. മേസ് പർ കലം ഹേ. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ ഒരുപാടെണ്ണം ഉള്ളത് കൊണ്ടാണ്. ഇതിൽ നമ്മുടെ ഈ ഒരു കൊട മാത്രമേ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? എന്നിട്ട് തരുവാണ് ഇങ്ങനെ മേസ് പർ ഡാഷ് ഹേ എന്ന് പറഞ്ഞാൽ നമുക്കത് അറിയണം ചത്തരിയാണെന്നുള്ളത് അല്ലേ, എന്നാലാണ് നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വാക്കുകളൊക്കെ പഠിച്ചു വയ്ക്കുക എന്നാണ് ഇതിലൂടെ പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ മേശയുടെ മുകളിലാണെങ്കിൽ മേസ് പർ ആണ്. ഇപ്പോൾ ഈ വെലിപ്പിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? മേസ് മേ എന്ന് എഴുതുക. ഓക്കെ, ഇനി നോക്കൂ, ഇനി അടുത്തതാ ഇവിടെ കെ പാസ്, അതുപോലെ തന്നെ ഇവിടെ കെ സാമ്നി, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ കെ പാസ് എന്ന് പറഞ്ഞാൽ അടുത്താണ്. അപ്പോൾ ഇങ്ങനൊരു ചിത്രം തന്നിട്ട് ബില്ലി ഡാഷ് മുർ ഇ ഹേ എന്ന് ചോദിച്ചാലോ, ബില്ലി ഡാഷ് മുർ ഇ ഹേ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെഴുതും?
ബില്ലി അല്ലേ, ഇവിടെ കെ പാസ് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. അടുത്ത് എന്നുള്ളതിനാണ് കെ പാസ്. ഓക്കെ, അതേപോലെ തന്നെ ബില്ലി എന്നുള്ള വാക്കും മുർഇ എന്നുള്ള വാക്കും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇവിടെ എന്താ, സ്കൂൾ കെ സാമ്നെ സടക്ക് ഹേ അല്ലേ. ഇവിടെ കെ സാമ്നെ അഥവാ നമ്മുടെ എന്താ പറയുക, സ്കൂളിന് മുന്നിൽ അല്ലേ, സ്കൂളിന് തൊട്ട് മുന്നിൽ എന്താണുള്ളത്, റോഡാണ്. അതാണ് ഈ കെ സാമ്നെ എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ അടുത്ത് അല്ലേ, സ്കൂളിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സ്കൂളിൻ്റെ മുന്നിൽ എന്നൊക്കെ പറയുന്ന ആ ഒരു അർത്ഥമാണ്. അപ്പോൾ ഈ കെ പാസും കെ സാമ്നെയും മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ചിത്രമാണ് തന്നതെന്നുണ്ടെങ്കിൽ അതിൽ കെ സാമ്നെയാണെന്നും അതുപോലെ തന്നെ ഇങ്ങനെ അടുത്തുള്ളതാണെന്നുണ്ടെങ്കിൽ കെ പാസ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നോക്കൂ, ഇനി അടുത്തത് ഈ ചിത്രം വേണമെന്നുണ്ടെങ്കിൽ തന്നിട്ട് ഏ കോൻ ഹേ എന്ന് ചോദിക്കാം അല്ലേ. അപ്പോൾ നമുക്കറിയാം അത് തിത്തലിയാണെന്നുള്ളത്. ഇനി ഇവിടെയുള്ള ഈ സംഭവങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. പൂലോം കാ രാജാ ഹേ ഗുലാബി രംഗ് ഹേ അല്ലേ. ഇതാരാണ്, ഗുലാബാണ്. അതുപോലെ തന്നെ ചാലാക്ക് ജാൻവർ ആരാണ്, സൂത്രശാലിയായ ജാൻവർ ആരാണ്, സൂത്രശാലി അല്ലേ. അതുപോലെ തന്നെ മുർഇ കോ പക്കഡ്തി ഹേ, നമ്മൾ കോഴിയൊക്കെ പിടിക്കുന്നു. അപ്പോൾ ലോമടി എന്നാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു പഹേലി പോലെ നമ്മുടെ കയ്യിൽ ചോദിക്കാം. അപ്പോൾ നമ്മളത് പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് മേ കർത്തി ഹേ ഗാസോർ പത്ത കാത്തി ഹേ, നമുക്കറിയാം ഇത് ബക്കരയാണെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. അടുത്തത് ഏക്ക് ഹൂബ് സൂറത്ത് പരിന്ദാ ഹേ അച്ചി തര നാച്ചുത്താ ഹേ, അത് മോറാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്, ഇതൊക്കെ പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് അൻമോൾ തോഹ്ഫ എന്നുള്ള പാഠഭാഗമാണ്. അപ്പോൾ ഇതിൽ ഗാന്ധി ജയന്തി കണ്ടോ, ഗാന്ധി ജയന്തി എന്നുള്ള വാക്ക് ഇതിൽ നിന്ന് എങ്ങനെ ചോദിക്കാം, ഗാന്ധി ജയന്തി കബ് ഹേ എന്ന് ചോദിക്കാം. ഗാന്ധി ജയന്തി എപ്പോഴാണ്, ഒക്ടോബർ 2 അല്ലേ, ഒക്ടോബർ 2-നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഗാന്ധി ജയന്തി. പിന്നെ അതുപോലെ തന്നെ ഗാന്ധിജി എന്ന് എഴുതാൻ പഠിക്കണം കേട്ടോ, ശരിയായ രീതിയിൽ എഴുതാൻ പഠിക്കണം. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കാക്ക കലേൽഗർ ഗാന്ധിജി കെ ദോസ്ത് തേ, ഈ ഒരു വരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് കാക്ക കലേൽഗർ കോൻ തേ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കാക്ക കലേൽഗർ ഗാന്ധിജി കെ കോൻ തേ എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസ് തരികയാണ്. ഉസ്താദ്, ബി അബ്ബ, സി ദോസ്ത്, അതുപോലെ തന്നെ ഡി ബച്ച, ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ കാക്ക കലേൽഗർ ഗാന്ധിജിയുടെ ദോസ്തായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. കാക്ക കലേൽഗർ എന്നുള്ളത്, അല്ലെങ്കിൽ ഗാന്ധിജി കാ ദോസ്ത് കാ നാം ക്യാ ഹേ എന്ന് ചോദിക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിലും തരാം. അപ്പോൾ കാക്ക കലേൽഗർ ആണ് അതിൻ്റെ ഉത്തരം നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ ഗാന്ധിജി ക്യാ തലാഷ് കർത്തേ തേ അല്ലേ, ഗാന്ധിജി എന്തായിരുന്നു തിരഞ്ഞുകൊണ്ടിരുന്നത്, നമുക്കറിയാം അത് പെൻസിലായിരുന്നു എന്നുള്ളത്. പിന്നെ ഗാന്ധിജി കഹാ പൈദാ ഹുയേ എന്ന് ചോദിക്കാം. പോരെ, ചോദിക്കാം അല്ലേ, ഗാന്ധിജി കഹാ പൈദാ ഹുയേ എന്ന് ചോദിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗാന്ധിജി എവിടെ ജനിച്ചത്, ഗുജറാത്തിലാണ്. അപ്പോൾ നമ്മളത് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ എന്താ പറയുക, ഗാന്ധിജി നമ്മുടെ ആരായിരുന്നു, ഗാന്ധിജി ഹിന്ദുസ്ഥാൻ്റെ ബാബായെ കൗമായിരുന്നു. ഗാന്ധിജി ഹിന്ദുസ്ഥാൻ കെ ബാബായെ കൗം, ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ് അല്ലേ. ഹിന്ദുസ്ഥാൻ്റെ ബാബായെ കൗം, രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗാന്ധിജി കോൻ തേ എന്ന് ചോദിക്കാം. ഓക്കെ, ഗാന്ധിജി കോൻ തേ എന്ന് ചോദിച്ചിട്ട് വസീറെ ആസം, വസീറെ ആവില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവണം. അപ്പോൾ ബാബായെ കൗമായിരുന്നു നമ്മുടെ ഗാന്ധിജി. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഗാന്ധിജി എവിടെയാണ് ജനിച്ചതെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാന്ധിജിക്കോ, ഒരു ക്വസ്റ്റ്യനാണ്, ഗാന്ധിജിക്കോ ബച്ചോം ക്യാ പുക്കാർത്തേ തേ, എന്താണ് വിളിച്ചുകൊണ്ടിരുന്നത്, എന്താ വിളിക്കുക, നമുക്കറിയാം ബാപ്പുജി എന്നാണ് അല്ലേ, ബാപ്പു അല്ലെങ്കിൽ ബാപ്പുജി എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഗാന്ധിജിയുടെ നാം, ഗാന്ധിജിയുടെ പൂർണ്ണമായ പേരെന്താ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അല്ലേ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇതൊക്കെ, അതുപോലെ തന്നെ ഗാന്ധിജി കബ് പൈദാ ഹുയേ, എപ്പോഴാണ് ജനിച്ചത്, 1869-ലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക ഈ പാഠഭാഗത്തിൽ. ഓക്കെ, ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇതൊക്കെ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണല്ലേ. ഇതാണ് പറഞ്ഞത് കേട്ടോ. ഈ ഗാന്ധിജി ഹേ, ഗാന്ധിജി കാ പൂരാ നാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഹേ, വോ ഹമാരെ ബാബായെ കൗം ഹേ. ഇത് നമ്മൾ എന്തായാലും പഠിക്കണം. ഗാന്ധിജി ഹമാരെ ബാബായെ കൗം ഹേ. ഇനി നെഹ്റു ആണ് അല്ലേ ഇത്. ഈ നെഹ്റു ആണ്, ചിത്രം കണ്ട് മനസ്സിലാക്കണം കേട്ടോ. ഈ നെഹ്റു ഹേ. നെഹ്റുവിൻ്റെ പൂരാനാമ എന്താ? ജവഹർലാൽ നെഹ്റു. ജവാഹർ ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. ജവഹർലാൽ നെഹ്റു എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ നെഹ്റുവിനെ കുട്ടികൾ വിളിക്കുന്നത് എന്താ? ചാച്ചാജി എന്നാണ്. നെഹ്റു നവംബർ 14 ജനിച്ചത് അല്ലേ. നവംബർ 14 ജനിക്കുന്നത്. അന്നത്തെ ദിവസമാണ് നമ്മൾ ബച്ചോ കാ ദിൻ, ശിശുദിനം. അതല്ല എന്നുണ്ടെങ്കിൽ യൗമെ ഇത്തിഫാൽ എന്നും പറയും. യൗമെ ഇത്തിഫാൽ എന്നും പറയുന്നുണ്ട്. ആ ദിനം നമ്മൾ ആചരിക്കുന്നത്. ഇത് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ്റെ ആദ്യത്തെ വസീറെ ആസമാണ് ആര്? നമ്മുടെ നെഹ്റു. അപ്പോൾ ഇതും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഹിന്ദുസ്ഥാൻ കെ പഹലെ വസീറെ ആസം, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി കേട്ടോ. ഇനിയിപ്പോൾ ഈ എന്താ പറയുക, പഹലെ എന്നില്ലാണ്ട് വെറും വസീറെ ആസം എന്ന് മാത്രം ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണ് കേട്ടോ. ഇത് ഹിന്ദുസ്ഥാൻ കെ പഹലെ വസീറെ ആസമാണ് ഇദ്ദേഹം. ഇത്രയും കാര്യങ്ങൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇഷ്ടപ്പെട്ട പൂലാണ് എന്ത്? ഗുലാബ് അല്ലേ. നമുക്കറിയാലോ, എപ്പോഴും ആ ഒരു റോസാപ്പൂ ഉണ്ടാവുമല്ലോ. പസന്ദീദ പൂൽ, പസന്ദീദ എന്നാണ് വാക്ക്. പസന്ദീദ, ഇഷ്ടപ്പെട്ട പൂലാണ് ഏത്? ഗുലാബ്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തത് ഇത് ആസാദാണ് അല്ലേ. ഇവരുടെ പൂരാ നാമം എന്താ? മൗലാന അബുൽ കലാം ആസാദാണ്. ഇതൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അബുൽ കലാം ആസാദ് എന്നാണ് പൂർണ്ണമായ പേര്. അതുപോലെ തന്നെ നവംബർ 11 ജനിക്കുന്നത്. അന്നത്തെ ദിവസമാണ് നമ്മൾ കൗമി യൗമെ താലീം അഥവാ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. കൗമി യൗമെ താലീം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ പഹല വസീറെ താലീമാണ് ആര്? വസീറെ താലീമായിരുന്നു നമ്മുടെ മൗലാന അബുൽ കലാം ആസാദ്. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്, പഠിക്കുക. അടുത്തത് കലണ്ടറാണ് കേട്ടോ. ഇങ്ങനൊരു പിക്ചർ തന്നിട്ട് ഇത് ഈ ക്യാഹ്യൻ ചോദിക്കാമല്ലോ. ഇതെന്താണെന്ന് ചോദിച്ചൂടെ. അപ്പോൾ ഈ കലണ്ടർ എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. കലണ്ടർ ആണെന്നുള്ളത് അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ നോക്കൂ, ഈ കണ്ടോ, ഇതുവാർ, പീർ, മംഗൾ, ബുധ്, ജമീറാത്ത്, ജുമുഅ, സനീച്ചർ, ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ഓരോ ദിവസത്തിൻ്റെയും ശേഷമുള്ളതും മുന്നുള്ളതും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഇതിൽ ഏക്ക് മുതൽ ഇക്തീസ് വരെയുണ്ട്, അതൊക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ അതുമാതിരി നമ്മൾ മാസങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്തീസ് അല്ലേ, ഈ 31 ദിവസങ്ങളുള്ളതുണ്ട്, 30 ദിവസങ്ങളുള്ളതുണ്ട്, 30 ദിവസം ഉള്ളതുണ്ട്. ഇനി 28 അല്ലേ, 28 ദിവസങ്ങളുള്ളതും ഉണ്ട്. 28 ദിവസമുള്ള മാസമാണ് ഏത്? ഫെബ്രുവരി അല്ലേ. അപ്പോൾ അതേമാതിരി നമ്മുടെ ഇപ്പോൾ ഒക്ടോബർ എന്ന് പറഞ്ഞു. ഈ ഒക്ടോബർ എന്താണ്? ഒക്ടോബറിൽ 31 അല്ലേ. ഇനിയിപ്പോൾ നവംബർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താ? 30. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. ചോദിക്കണം അക്ടോബർ കാ മഹീന മേ കിത്തനെ ദിൻ ഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയണ്ടേ. അപ്പോൾ ഓരോ മാസങ്ങളും അതിൽ എത്ര ദിവസങ്ങളുണ്ട് എന്നുള്ളതും പഠിച്ചു വയ്ക്കുക. അതുമാതിരി ഇക്തീസ്, അതുപോലെ തന്നെ തീസ്, 28 ഇതും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ശനി, ഞായർ, തിങ്കൾ അങ്ങനെയുള്ളതില്ലേ, അതിലെങ്ങനെയായിരിക്കും ചോദിക്കുക? അതിൽ ചോദിക്കുന്ന മോഡൽ ഇങ്ങനെയാണ്. അത് കണ്ടില്ലേ, ഇതാ ഇവിടെ നോക്കൂ, ഇതാ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ അക്ടോബർ കെ മഹീനെ മേ കിത്തനെ ദിൻ ഹോത്തേ ഹേ, അത് വെച്ചാണ് ഞാൻ പറഞ്ഞത് ഇക്തീസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഏക് ഹഫ്ത, അക്ടോബർ കെ മഹീനയിൽ മഹീന എന്ന് പറഞ്ഞാൽ മാസമാണ് കേട്ടോ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഹഫ്തയാണെങ്കിൽ ആഴ്ചയാണ്. അതുമാതിരി ദിൻ എന്ന് പറഞ്ഞാൽ ദിവസമാണ്. ഇനിയിപ്പോൾ ഏക് സാൽ മേ കിത്തനെ മഹീനെ ഹേ, എത്ര മാസങ്ങളുണ്ട്? മഹീനെ ഹോത്തേ ഹേ നമുക്കറിയാം 12 ആണ് അതിൻ്റെ ഉത്തരം അല്ലേ, അഥവാ 12 ഇനി ഏക് ഹഫ്തേ മേ കിത്തനെ ദിൻ ഹോത്തേ ഹേ നമുക്കതറിയണം 7 ദിൻ
അല്ലേ? 7 ദിനാണ്. ഗാന്ധി ജയന്തി നമ്മൾ പറഞ്ഞു ഒക്ടോബർ 2 എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ ചോദ്യങ്ങളും ഇതിൻ്റെ ഉത്തരങ്ങളും ഒക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇതിൽ ഇത്വാർ കെ ബാദ് അല്ലേ, ഇത്വാർ കെ ബാദ് കോൺസാ ദിൻ ആത്താ ഹെ എന്നാണ് ഒരു ചോദ്യം വിചാരിക്കുക. കോൺസാ ദിൻ ആത്താ ഹെ. ഇത്വാർ കഴിഞ്ഞാൽ ഏതാ വരിക? പീറാണ് അല്ലേ? അപ്പം ഈ കെ ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം. അപ്പം ഇങ്ങനെ ചോദ്യങ്ങളും ചോദിക്കാൻ പറ്റും. നിങ്ങളത് പഠിക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എണ്ണം കണ്ടില്ലേ? 5, 10, 15, 20, 25 ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്? എന്തായാലും നമ്മൾ 1 മുതൽ 31 വരെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കണേ. അതിൽ ഓരോ അക്കങ്ങളും നമ്മൾ പഠിക്കണം. മനസ്സിലായോ? അക്കത്തിലുള്ളതും അക്ഷരത്തിലുള്ളതും നമ്മൾ പഠിക്കണം. ഇനിയിപ്പോൾ ഈ എണ്ണവുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെയായിരിക്കും ചോദ്യം വരിക? അതുകൂടി ഒന്ന് നോക്കാം. നോക്കൂ, ഞാൻ എങ്ങനെ ചോദിക്കുകയാണ്. ഏക്ക് कलम को 10 रुपये है, 10 रुपये है. 2 कलम को कितने रुपये है? അല്ലേ? അപ്പം എന്തായി? 2 പേനയുടെ വില എത്രയാണ്? നമുക്കത് അറിയണം അല്ലേ? 20 എന്നുള്ളത്. അപ്പോൾ 20. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ കണക്കുകൾ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ പഠിക്കണം. ഓക്കെ. ഇനിയിപ്പോൾ അടുത്തത് ഈ എണ്ണം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 2026. ഈ 2026 ഈ വർഷം. ഈ 2026 നമ്മൾ എങ്ങനെ ഉറുദുവിൽ എഴുതുക? ഇങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ. ഇങ്ങനെയും ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ ഇത് തന്നിട്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതെന്താ പറയുക? ഇത് ഡാക്ക് ടിക്കറ്റുകളാണ്, അഥവാ സ്റ്റാമ്പുകൾ. ഇതൊക്കെ എന്താണ്? സ്റ്റാമ്പുകളാണ്. അപ്പോൾ ഇതൊരു പേര് പഠിച്ചു വയ്ക്കുക, ഡാക്ക് ടിക്കറ്റ് കേട്ടോ. ഡാക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പുകൾ. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇതിൽ കളികളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണുള്ളത്. കളികളുമായി ബന്ധപ്പെട്ട കുറേ കളികളുടെ പേരുണ്ട്. അതുപോലെ തന്നെ കുറേ കളി ഉപകരണങ്ങളുടെ പേരും ഒക്കെ ഉണ്ട്. അപ്പോൾ കളികളുടെ പേരൊക്കെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ചുപ്പാ ചുപ്പി, ക്രിക്കറ്റ്, ആങ്ക് മച്ചോലി. ഇതിലെങ്ങനെ ചോദിക്കാം? ഇതിലിപ്പോൾ ഒരു വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. നോക്കൂ, ഇസ്മേ खेल का नाम कौन सा है? ഇതിൽ കളിയുടെ പേര് ഏതാണ് എന്ന് ചോദിച്ചു. എന്നിട്ട് എ മൈദാൻ, ബി കിലാടി. മൈദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈതാനം. കിലാടി എന്താ? കളിക്കാരനാണ് അല്ലേ? ഇനി അടുത്തത് തന്നു സി ആങ്ക് മച്ചോലി, ഡി തരികയാണ് സ്കൂൾ. അപ്പോൾ നമുക്കത് മനസ്സിലാവണം, ആങ്ക് മച്ചോലിയാണ് കളിയുടെ പേര് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മളതെല്ലാം പഠിക്കണം, കളികളുടെ പേരുകളെല്ലാം പഠിക്കണം എന്നാണ് ഇതിലൂടെ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞ ഹം കഹാം കേൽത്തേ ഹേ, അത് മൈതാനാണ് ഉത്തരം അല്ലേ? അപ്പോൾ കിലാടി എന്നുള്ള വാക്ക് പ്ലേയർ കോ ഉറുദു മേ ക്യാ ബോൽത്തേ ഹേ എന്ന് ചോദിക്കാം. പ്ലെയറിനെ പറയുന്ന പേരാണ് എന്ത്? കിലാടി എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഇനി കളി എന്നുള്ളതിന് പ്ലേ എന്നുള്ളതിനാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഖേൽ ആണ് അല്ലേ? വെറും കളി എന്ന് പറഞ്ഞാൽ ഖേൽ എന്നുള്ള രീതിക്കാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. പിന്നെ അതേമാതിരി ഇവിടെ കണ്ടില്ലേ, ഖേൽ ഓർ ഖേൽ കി ആലാത്ത്, കളിയും കളി ഉപകരണങ്ങളും. അതിൻ്റെ ജോഡി തന്നിട്ട് ഇതിൽ ശരിയായത് ഏതാണെന്ന് ചോദിക്കാം. എങ്ങനെയാണ്? കണ്ടോ, ഫുട്ബോള്, ഷട്ടിൽ ബാറ്റ്, ഹോക്കി, ക്രിക്കറ്റ് ഇങ്ങനെയൊക്കെ തന്നു. ഇനിയിപ്പോൾ ഫുട്ബോൾ എന്ത് വെച്ചാൽ കളിക്കുക? ഗേന്ത് വെച്ചിട്ട് അല്ലേ? ഹോക്കി ആണെങ്കിൽ ഹോക്കി സ്റ്റിക്ക്, ക്രിക്കറ്റ് ബല്ല വെച്ചിട്ട്, അതുമാതിരി ഷട്ടിൽ ബാറ്റ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തരാം, ഡാഷ് സേ ഫുട്ബോൾ ഖേൽത്തേ ഹേ എന്ന് തന്നിട്ട് ഈ ഓപ്ഷൻസ് മുഴുവൻ തന്നാലോ? ഏതൊക്കെ? ഈ ഷട്ടിൽ ബാറ്റ് തരുന്നു, ബല്ല തരുന്നു, ഗേന്ത് തരുന്നു, ഹോക്കി സ്റ്റിക്ക് തരുന്നു. എന്നിട്ട് നമുക്ക് അങ്ങനെ തരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓരോ ഓപ്ഷൻ ABCD ആയിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായത് അറിയണം നമുക്ക് അല്ലേ? അപ്പോൾ ഇതെല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ. ഇനി ഇതിൽ ഹോക്കിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, ഹിന്ദുസ്ഥാൻ കാ കൗമി ഖേൽ,
ഹിന്ദുസ്ഥാൻ കാ കൗമി ഖേൽ കോൺസാ ഹെ? ഇന്ത്യയുടെ ദേശീയ വിനോദം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ഹോക്കിയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഹോക്കിയാണ് അതിൻ്റെ ഉത്തരം. അങ്ങനെയുള്ള ചോദ്യവും ഇതിൽ നിന്ന് ചോദിക്കാം. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കളി കബഡി ഇതെല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്തത് ഇവിടെ ജിസ്മക്കെ അജിസാകൾ, ജിസ്മിലെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് തന്നിരിക്കുന്നത്. ജിസ്മക്കെ അജിസാവും അതിൻ്റെ ഫായിദ അതിൻ്റെ ഉപയോഗങ്ങളുമാണ് തന്നിട്ടുള്ളത്. ഫായിദ എന്ന് പറഞ്ഞാൽ ഉപയോഗം. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. ഇങ്ങനൊരു ചിത്രം തന്നു കഴിഞ്ഞാൽ അതെന്താ? ദാന്താണ്, ഇത് നാക്കാണ്, ഇത് ആങ്കാണ്, ഇത് കാനാണ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് കാണുന്നത്, എന്തുകൊണ്ടാണ് കേൾക്കുന്നത്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഹം ഡാഷ് സേ സുൻതേ ഹെ. അപ്പോൾ നമ്മളിവിടെ എന്തെഴുതണം? കാൻ എന്നെഴുതണം അല്ലേ. ഹം ഡാഷ് സേ ദേഖ്തേ ഹെ, കേൾക്കുന്നു എന്നാണ് സുൻതേ ഹേൻ്റെ അർത്ഥം. ഈ ദേഖ്തേ ഹെ എന്ന് പറഞ്ഞാൽ കാണുന്നു. ചബാത്തേ ഹെ എന്ന് പറഞ്ഞാൽ ചവയ്ക്കുന്നു. സൂങ്കത്തേ ഹെ എന്ന് പറഞ്ഞാൽ ശ്വസിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. അതേപോലെ തന്നെ ഈ അവയവങ്ങളുടെ പേര് മാത്രമല്ല നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, ഒപ്പം ഈ വാക്കുകൾ കണ്ടോ, സുൻതേ ഹെ, ദേഖ്തേ ഹെ, ചബാത്തേ ഹെ, സൂങ്കത്തേ ഹെ, ഇത് തിരിച്ചും ചോദിക്കാം. എന്ന് വെച്ചാൽ ഹം കാൻ സെ ഡാഷ് ഹെ, ഹം ആങ്ക് സെ ഡാഷ് ഹെ, അങ്ങനെയും ചോദിക്കാം. നമ്മൾ അതും തിരിച്ചറിഞ്ഞ് വെക്കണം. അങ്ങനെയും നമുക്കിതിൽ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. ഇതെല്ലാം നിങ്ങൾ പഠിക്കുക. പിന്നെ ഇവിടെ നോക്കൂ, ജന്മദിൻ്റെ ഉറുദു വേർഡാണ് എന്ത്? സാൽഗ്ര. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, ജന്മദിൻ കോ ഉറുദു മേ ക്യാ കഹത്തെ ഹെ? ജന്മദിനത്തിന് ഉറുദുവിൽ എന്താ പറയുക? സാൽഗ്ര അല്ലേ. വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ച് വേർഡുകൾ തന്നിട്ട് നമുക്ക് അങ്ങനെ ചോദിച്ചുകൂടെ? അപ്പോൾ ഇതും നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഇതെല്ലാം പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത യൂണിറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും കൊണ്ട് കാണാം. ഹുദാ ഹാഫിസ്.